ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ഗണിതം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെക്കൻഡ് ടൈം സാമ്പിൾ പ്രാക്ടീസ് പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ടൈം എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. ചോദ്യപേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ തന്നിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 1, റൈറ്റ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദ മെഷർമെൻറ്റ്സ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള അളവുകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് 1 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ഇൻറ്റു 10 ഈക്വൽ പാർട്സ്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 1 പാർട്സ്? അല്ലേ, 10 സെൻറ്റിമീറ്റർ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സെൻറ്റിമീറ്ററിൻ്റെയും പാർട്സ് എത്രയായിരിക്കും അളവ്? 1 മില്ലിമീറ്റർ ആയിരിക്കും. ഇനി ഹൗ മെനി മില്ലിമീറ്റേഴ്സ് ആർ ദർ ഇൻ 8 സെൻറ്റിമീറ്റർ ആൻഡ് 7 മില്ലിമീറ്റർ? 87 മില്ലിമീറ്റർ ആണ്. റൈറ്റ് 4 മില്ലിമീറ്റേഴ്സ് ഇൻ സെൻറ്റിമീറ്റർ. 0.4 സെൻറ്റിമീറ്റർ ഓർ 4/10 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഡി ഹൗ മച്ച് ഈസ് 1/100 പാർട്ട് ഓഫ് എ മീറ്റർ? 1 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഈ 2 × 13/100 മീറ്റേഴ്സ് ഈക്വൽ ടു എത്രയാണ്? ഡാഷ് സെൻറ്റിമീറ്റർ ആണ്. 213 സെൻറ്റിമീറ്റർ ആണ്. 213 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ് പിക്ചേഴ്സ് കണ്ടില്ലേ? ABCD പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ദ ഫ്രാക്ഷണൽ നമ്പേഴ്സ് ദ റെപ്രസെൻറ്റ് ദ ഷെയ്ഡഡ് പാർട്സ് ഇൻ ദ പിക്ചർ ആർ ഗിവൺ ബിലോ. റൈറ്റ് ദ നെയിം ഓഫ് ദ പിക്ചർ ദാറ്റ് റെപ്രസെൻറ്റ് ദ ഡിഫറെൻറ്റ് ഷേപ്സ്. അല്ലേ, ഫ്രാക്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. നെയിം ഓഫ് പിക്ചർ എഴുതാനാണ് പറഞ്ഞത്. 5/8 ഏതാണ്? B ആണ്. 1/2 C ആണ്. 1/3 A പിക്ചറാണ്. 3/4 D പിക്ചറാണ്. അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡ്രോ എ സ്ക്വയർ ആൻഡ് ഷെയ്ഡ് 1/8 പാർട്സ് ഓഫ് ഇറ്റ് ആണ്. അല്ലേ, അതിവിടെ വരച്ചിട്ടുണ്ട്. 1 പാർട്ട് അല്ലേ, 1/8 പാർട്ട് വരച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 3, റൈറ്റ് ദ ഫ്രാക്ഷണൽ ഫോംസ് ഓഫ് ദ മെഷേഴ്സ് ഗിവൺ ബിലോ. 1.5 liters ഓഫ് മിൽക്ക്, 2.25 meters ഓഫ് ക്ലോത്ത്സ്, 1 circle and 2 parts of another circle divided into 3. A fractions equal to half when a circle divided into 8. How many 1/3 meter long rods put together will make 1 meter? അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. A എന്താണ്? 1 1/2 ആണ്. B 2 1/2. C 1 2/3. D 4/8. E 3 ആണ്, 3 ആണ്. ഇനി അടുത്ത നോക്കാം. ആക്ടിവിറ്റി 4. ഇവിടെ ആക്ടിവിറ്റി 4 പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. എ പിക്ചർ ഓഫ് എ ക്ലോക്ക് ഈസ് ഗിവൺ. അല്ലേ, ടൈമിൻ്റെ ഒരു ക്ലോക്ക് തന്നിട്ടുണ്ട്. നന്നായിട്ട് നോക്കുക ആ ക്ലോക്ക്. അല്ലേ, ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ തന്നിട്ടുള്ളത്. എന്താണ് ചോദ്യം? ഫസ്റ്റ് ചോദ്യം, വാട്ട് ആർ ദ ഹാൻഡ്സ് ഓൺ ദിസ് ക്ലോക്ക്? ഏതൊക്കെ സൂചികളാണ് ഈ ക്ലോക്കിലുള്ളത്? ഏതൊക്കെയാണ്? സെക്കൻഡ് ഹാൻഡ്, മിനിറ്റ്സ് ഹാൻഡ്, ഹവേഴ്സ് ഹാൻഡ്. ഇനി വിച്ച് ഹാൻഡ്സ് ടേൺസ് ഇൻ ഫാസ്റ്റസ്റ്റ്? സ്പീഡിൽ കറങ്ങുന്ന സൂചി ഏതാണ്? സെക്കൻഡ് ഹാൻഡ് ആണ്. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ മിനിറ്റ്സ് ഹാൻഡ് ടു റൊട്ടേറ്റ് വൺസ്? മിനിറ്റ് സൂചി കറങ്ങാൻ എത്ര സമയമെടുക്കും? 1 മണിക്കൂറാണ്. വാട്ട് ടൈം ഈസ് ഇറ്റ് ഓൺ ദ ക്ലോക്ക് ഇൻ ദ പിക്ചർ? പിക്ചറിൽ ഏതാ സമയം കാണുന്നത്? 7:15 അല്ലേ, 7:15 ആണ്. 7:15 എന്നും പറയും. പിന്നെ ഡ്രോ എ പിക്ചർ ഓഫ് എ ക്ലോക്ക് ആൻഡ് മാർക്ക് ദ ടൈം ആസ് 8:30. 8:30 ഒരു ക്ലോക്ക് വരച്ചിട്ട് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അത്ര ഇവിടെ ചെയ്തിട്ടുണ്ട്. അടുത്ത ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 5 അല്ലേ, 3 ചിത്രം കണ്ടില്ലേ നിങ്ങൾ? ദ പിക്ചേഴ്സ് എബോ ഷോ എ സർക്കിൾ ഡിവൈഡഡ് ഇൻറ്റു 8 ഈക്വൽ പാർട്സ്, സം ഓഫ് വിച്ച് ഹാവ് ബീൻ colored. Write 2 appropriate fraction for each picture. What is the relationship between these fractional forms in each picture? എന്നാണ് 2 ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ആൻസേഴ്സ് ഇവിടെ എയും ബിയും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 6, ദ ടേബിൾ ഗിവൺ ബിലോ ഷോ സം മെഷർമെൻറ്റ്, കംപ്ലീറ്റ് ദ ടേബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെഷർമെൻറ്റ്, ഫ്രാക്ഷൻ ഫോം, ഡെസിമൽ ഫോം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്.
മെഷർമെൻറ്റ് 7 സെൻറ്റിമീറ്റർ 3 മില്ലിമീറ്റർ എന്നത് ഫ്രാക്ഷൻ ഫോമിൽ എങ്ങനെ എഴുതാം? 7 × 3/10 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അത് ഡെസിമൽ ഫോമിൽ 7.3 സെൻറ്റിമീറ്റർ എന്നാണ് എഴുതുക. 5 മീറ്റർ 43 സെൻറ്റിമീറ്റർ എന്നുള്ളത് 5 × 43/100 മീറ്റർ എന്ന് എഴുതാം. 100 മീറ്റർ എന്ന് എഴുതാം. അത് ഡെസിമൽ ഫോമിൽ 5.43 മീറ്റർ എന്ന് എഴുതാം. 6 കിലോഗ്രാം 875 ഗ്രാം എന്നുള്ളതിനെ ഫ്രാക്ഷൻ ഫോമിൽ 6 × 875/1000 അല്ലേ 1000 കിലോഗ്രാം എന്ന് എഴുതാം. അത് 6.875 കിലോഗ്രാം ആണ് ഡെസിമൽ ഫോമിൽ. ഇനി 5672 മില്ലി ലിറ്റർ എന്നുള്ളതിനെ ഫ്രാക്ഷൻ ഫോമിൽ 5 × 672/1000 ലിറ്റർ എന്ന് എഴുതാം. അത് ഡെസിമൽ ഫോമിൽ 5.672 ലിറ്റർ ആണ്. 10 കിലോഗ്രാം 125 ഗ്രാം എന്നുള്ളതിനെ 10 × 125/1000 കിലോഗ്രാം എന്ന് എഴുതാം ഫ്രാക്ഷൻ ഫോമിൽ. ഈ ഡെസിമൽ ഫോമിലാകുമ്പോൾ 10.125 കിലോഗ്രാം എന്നാകും. ഇനി 7th ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 7 ഇറ്റ് എ ട്രെയിൻ ഷെഡ്യൂൾഡ് ടു ഡിപ്പാർട്ട് മാംഗ്ലൂർ അറ്റ് 1850 ഓൺ December 4th ലെഫ്റ്റ് 20 minutes ലേറ്റ് അല്ല ഒരു തീവണ്ടി ട്രെയിന് മംഗളൂരിൽ നിന്നും 18:50 പുറപ്പെടേണ്ടത്. പക്ഷേ അത് 20 മിനിറ്റ് ലേറ്റായി. December 4th അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. വാട്ട് ടൈം ഡിഡ് ദ ട്രെയിൻ ലീവ്? അടുത്തത് അതിൽ തന്നെ റൈറ്റ് ദ ടൈം ദ ട്രെയിൻ ലെഫ്റ്റ് യൂസിങ് AM PM. AM PM വെച്ച് എഴുതാനാണ്. 90:10 to 12 എന്ന് നമുക്ക് എഴുതാം. അതെങ്ങനെ PM എഴുതും? 7:10 PM എന്ന് എഴുതാം. സി ഇഫ് ദിസ് ട്രെയിൻ റീച്ച്ഡ് തിരുവനന്തപുരം അറ്റ് 11:30 ദ നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം 11:30 തിരുവനന്തപുരം എത്തും. വാട്ട് വാസ് ദ ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ദ ജേർണി? അപ്പോൾ ആ യാത്രയിൽ മുഴുവൻ സമയം എത്ര എടുത്തിട്ടുണ്ടാകും? 12 o'clock മുതൽ 7:10 വരെയാണ് അല്ലേ. 4:50 + 11:30 അപ്പോൾ 16-20 ഹവേഴ്സാണ്. 16 മണിക്കൂറും അല്ല 20 മിനിറ്റും ആണ് എടുത്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. If the train only runs once a week, what is the departure date for this train next year? January 1st ആണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളെ സെക്കൻഡ് ടൈം എക്സാമുമായിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.